പിങ്കി ഞാൻ ഈ പറഞ്ഞ 10-ാം തീയതി ആലുവ വരും. എന്നിട്ട് 12-ന് ആയിരിക്കും തിരിച്ചു വരണത്. ഇപ്പം 2 ദിവസം അവിടെ കാണും. അതെന്നെ കാണാൻ പറ്റുമോ? ഉണ്ടാവില്ല അന്ന്. അതെന്ത് ഇവിടെ വല്ലപ്പോഴല്ലേ കാണുന്നേ? നീ എവിടെ പോണു? ഞാൻ ഇടയ്ക്ക് കാണാറുണ്ടോ? ഇടയ്ക്കൊന്നുമില്ല, വല്ലപ്പോഴും കാണും. ഒറ്റക്കാണോ? ഞാൻ എപ്പോഴും ഒറ്റക്കാണല്ലോ. ആരാ ആരാ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണ്? നീ ആരാടാ? ഇത് കനക സാറിന്റെ ക്ലീറ്റോ ചാന്റെ വീടല്ലേ? അല്ല, നിങ്ങൾ ഈ ആലുവയിൽ നിന്ന് പഠിക്കാൻ വന്നിരിക്കണാണല്ലേ? ഞാൻ പഠിക്കാൻ വന്നത് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? അത് മുത്തു പറഞ്ഞു. മുത്തു പറഞ്ഞു? മുത്തു നിന്നെ കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ അടുത്ത്. എന്തിനു വന്നപ്പോ? എന്തിന്? അല്ല, ഒന്ന് മുത്തിനെ കാണണം എനിക്ക്. മുത്തിനെ കാണണം? മുത്തുവിൻ്റെ ഇപ്പോഴത്തെ ന്യൂ ലോക്കൽ ഗാർഡിയൻ ഞാനാ. അപ്പോൾ അവളോട് എന്ത് ആരും ഒന്ന് സംസാരിക്കണം, ഫസ്റ്റ് എൻ്റെ അടുത്ത് അനുവാദം എടുക്കണം. എന്റെ സുഹൃത്തെ ഇപ്പൊ മുത്ത് ട്യൂഷൻ പഠിപ്പിക്കണമെന്ന് ഞാൻ അറിഞ്ഞു. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ ഇവിടെ. ഇത്ര അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അറിഞ്ഞല്ലോ, പോക്കോ. അല്ല, എന്റെ മാമന്റെ മോൾക്ക് ഒന്ന് ട്യൂഷൻ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ ന്യൂ അഡ്മിഷൻ ഫീ ഒന്നും എടുക്കണല്ലോ, വേറെ എവിടെയെങ്കിലും പോയി തിരക്കൂ. അല്ല, ഇയാൾ മുത്തിന്റെ ആരാന്ന് പറഞ്ഞു? ഗാർഡിയൻ. ഈ പേരൻസ് അടുത്തുള്ളവർക്ക് ഗാർഡിയൻ്റെ ആവശ്യമില്ലല്ലോ. പേരൻസ് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ മക്കളെ എങ്ങോട്ടും പറഞ്ഞു വിടണമെങ്കിൽ ഗാർഡിയൻ്റെ ആവശ്യമുണ്ട്. അല്ല, ഇതൊക്കെ ചോദിക്കുന്നത് നിനക്ക്. എടാ, നിന്റെ ഗാർഡിയൻസ് ആരാണ്? നീ ആള് കൊള്ളാലടാ ഇറക്കാ. ഹായ് മുത്തേ, എടീ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഇവിടെ ഇല്ലായിരുന്നാ? കൊറേ നാളായി കണ്ടിട്ട്. ഇല്ലായിരുന്നു ഏട്ടാ, വയ്യായിരുന്നു. ആണോ? ക്ഷീണമൊന്നുമില്ല? അല്ല, എനിക്കല്ല, അമ്മയ്ക്ക്. ഓ, പനിയായിരുന്നു. ചേട്ടാ ഇതാണ് ലല്ലു ചേട്ടൻ, സുലു ആന്റി. സുലു ആന്റിയുടെ അനിയൻ. ഓ, ഇതാണെന്ന് പറഞ്ഞ ലല്ലു. പറക്കും ലല്ലു. ഇത് ജിത്തു ചേട്ടൻ. മുത്തേ, ഈ ദുൽഖർ സൽമാന്റെ പടം വേണമെന്ന് പറഞ്ഞില്ലേ? ഞാനോ? അത് അല്ല, എന്റെ ഫോണിലുണ്ട്, ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്ത് തരായിരുന്നു. അല്ല, ഞാൻ കണ്ടു. കണ്ടാ? അത് അല്ല, കണ്ടിലേക്ക് സെൻഡ് ചെയ്ത് തരാണ്. അല്ല, കണ്ടു. വേണ്ടേ? ഈ ആലുവയിൽ വേറെ കോളേജ് ഒന്നും ഇല്ലല്ലേ നിനക്ക്? ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര സീനാക്കിയിട്ടല്ലേ ഇവിടെ വന്നത്. എന്തോ സീന്? ചേട്ടാ കണ്ട എങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, ഭയങ്കര ടെററാണ്. 5-6 പേരെയൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ഓ, ചുമ്മാ തള്ളായിരിക്കും. അല്ലെന്ന്. ലല്ലു ആന്റി, നീ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അല്ലേ, കുറച്ച് വന്നത്. അല്ല, എവിടെയോ കോഴ്സിന് പോയിന്ന് പറഞ്ഞ? എവിടെയാ അത്? പട്ടായല്. ആണോ? കഴിഞ്ഞു. പരീക്ഷ ഒക്കെ കഴിഞ്ഞോ? നല്ലായിരുന്നോ? നല്ലായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞല്ലോ. പനിയായിരുന്നു. കുറവുണ്ട്. ആണോ? എന്താ ഇവിടെ നിക്കണ നീ? അല്ല, ഇവിടെ ദുൽഖർ സൽമാൻ സിനിമ സെന്റ്. പോട്ടാ, സമയായി. ശരി എന്നാ. എന്താണ് വന്നിട്ട് പറഞ്ഞത്? എന്താടി എന്തോന്ന്? അവനെന്താ വന്നത്? എന്തോന്ന് പറഞ്ഞ? ഞാൻ ചുമ്മാ ഇറങ്ങിയത് മുറ്റത്തോട്ട്. എന്റെ കൈ വെറുതെ മേടിക്കരുത് കേട്ടാ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വല്ല ഒന്നുമില്ല. അവരെ അങ്ങനെ വല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ പെടലെ അടിച്ച് തിരിക്കും കേട്ടാ. അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഈ കാണിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതുപോലെയല്ല പിങ്കി ചേച്ചിയുടെ സഹോദരന്മാരും ചിന്തിക്കുന്നത്. ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. ഞാൻ അവന്റെ ഒപ്പം അധികം ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടാ. അവനെ കണ്ടാനോ ഫ്രോഡ് പയ്യനാണ്. ഫ്രണ്ട്ഷിപ്പ് ഇല്ല, പക്ഷെ ചേട്ടൻ ഡീസന്റ് ആണ്. ഡീസന്റ് ആണെന്നാ ഞാൻ പറയണ? ഫ്രോഡ് ആണെന്ന് അല്ല, ഡീസന്റ് ആണെന്ന് എനിക്കറിഞ്ഞൂടെ. ബെറ്റ് വെക്കാലോ ഫ്രോഡ് ആണെന്ന്. ഇതിപ്പോ എങ്ങനെ തെളിയിക്കും? ഞാൻ ബെറ്റ് ഒന്നും വെക്കണില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് ഫ്രോഡ് ആണെന്ന്. ബെറ്റ് ഫ്രോഡോ അല്ലോ, നമുക്ക് എന്ത് വേണം?